നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ത്രില്ലർ ഏലിയൻ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഏലിയൻ വൈറസ് ശരീരത്തിൽ കയറിയവരെ കണ്ടുപിടിച്ച് കൊല്ലാനായി അമേരിക്കയിലെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് വരുന്നതാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഇവനാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ ഡെന്നിസ്. ഡെന്നിസ് ഒരു ഷോപ്പിംഗ് മാളിലെ സെയിൽസ്മാൻ ആണ്. വൃത്തിയാക്കുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ കുറച്ച് വേസ്റ്റ് വെള്ളം വീഴും. ഷോപ്പിലെ പിശുക്കനായ മുതലാളിയോട് വന്ന് ചോദിക്കും, ഞാൻ ഈ കൈ ഒന്ന് കഴുകാൻ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തോട്ടോ എന്ന്. ഹാൻഡ് വാഷ് ഒന്നും എടുക്കണ്ട, അതിനൊക്കെ നല്ല വിലയാണ്, നീ നിൻ്റെ ഷട്ടിൽ തുടച്ചോളാൻ മുതലാളി പറയും. അയാൾ ഇത് എന്ത് ചെറ്റയാണെന്നും പിറുപിറുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഷോപ്പിലെ സെയിൽസ് ഗേളായ മേരിയുടെ സ്റ്റെപ്പ് ഫാദർ അവളെ കാണാൻ വന്നിട്ട് പറയും, മോളെ നീ എത്ര കാലമായി വീട്ടിൽ നിന്ന് വന്നിട്ട്, ഇനിയെങ്കിലും പിണക്കമെല്ലാം മാറി വീട്ടിലേക്ക് വരാൻ അയാൾ മേരിയോട് പറയും. എന്നാൽ മേരിക്ക് വീട്ടിലോട്ട് പോകുന്നതെന്നും വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അവൾക്ക് അധ്വാനിച്ച് ജീവിക്കുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ ഷോപ്പ് അടയ്ക്കാൻ സമയമാകുമ്പോൾ പിശുക്കനായ മുതലാളി ഡെന്നിസിനെ വിളിച്ചിട്ട് പറയും, ഞാൻ ഷോപ്പ് അടയ്ക്കാൻ പോകുകയാണ്, ഇവിടെയുള്ള ക്ലീനിങ് ജോലിയെല്ലാം നീ ചെയ്യണമെന്ന്. എന്നാൽ ഞാനല്ലേ എന്നും ചെയ്യുന്നത്, മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കാൻ പറയുമ്പോൾ, നിനക്ക് ക്യാഷ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവന് നക്കാപ്പിച്ച പൈസ ഓഫർ ചെയ്യും. എന്നിട്ട് ഷോപ്പ് അരമണിക്കൂറിനുള്ളിൽ ക്ലോസ് ചെയ്യുമെന്ന് കസ്റ്റമേഴ്സിനോട് പറഞ്ഞ ശേഷം കിട്ടിയ ലാഭവും എടുത്ത് മുതലാളി പോകാനായി ഒരുങ്ങുകയാണ്. പാവൻ ഡെന്നിസ് ആവട്ടെ നക്കാപ്പിച്ച കാശിനായി എന്നത്തെയും പോലെ ഓവർ ടൈം ചെയ്യുകയാണ്. എന്നാൽ അപ്പോഴാണ് അവൻ കാണുന്നത്, അവൻ്റെ തൊട്ട് മുന്നിൽ ഒരു കസ്റ്റമർ വെടികൊണ്ട് മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് ഒന്ന് പേടിക്കാൻ പോലും അവന് സമയം കിട്ടിയില്ല. അതിന് തൊട്ട് മുൻപ് ഒരു ലേഡി അവനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. അവനെ മാത്രമായിരുന്നില്ല, ആ മാളിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെയും സെയിൽസ് ജോലിക്കാരെയും മുതലാളിയെയും എല്ലാവരെയും ഒരു കൂട്ടർ ഭീകരർ വന്ന് ഗൺ പോയിന്റിൽ നിർത്തും. കൊള്ളക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കിളി പോയവൻ തൻ്റെ കണ്ണുകൊണ്ട് ഓരോരുത്തരെയായി സൂക്ഷിച്ചു നോക്കി സ്കാൻ ചെയ്യും. എന്നിട്ട് അവൻ കൂടെയുള്ളവരോട് പറയും, ഇവരെ ആരെയും വൈറസ് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ തന്നെ കൊള്ളക്കാരുടെ കൂട്ടത്തിലെ മെയിനായ മാർക്കോ സ്പീക്കറിലൂടെ അവിടെയുള്ളവരോട് പറയും, ഈ മാൾ ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുകയാണ്, ഇനി ഞങ്ങൾ പറയുന്നതായിരിക്കും ഇവിടുത്തെ നിയമമെന്ന്. മോളിൽ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ചു നിന്ന ഒരു തടിയൻ്റെ അടുത്തേക്ക് ഭീകരൻ വന്നിട്ട് പറയും, മര്യാദയ്ക്ക് ജീവൻ വേണമെങ്കിൽ നിന്റെ 2 കൈയും പൊക്കട എന്ന്. എന്നാൽ ഇത്രയും സമയത്തിനുള്ളിൽ മാളിലുണ്ടായിരുന്ന 2-3 പേരെ ഭീകരർ തട്ടിക്കളയും. എന്നാൽ ആ കിളി പോയകൻ ഒരു ലേഡിയെ സ്കാൻ ചെയ്തിട്ട് അവൾ അഫക്റ്റഡ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഭീകരന്മാർ ആ ലേഡിയെയും വെടിവെച്ച് കൊല്ലും. എന്നിട്ട് അവൻ വീണ്ടും ഓരോരുത്തരായി സ്കാൻ ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം ആ തടിയനാകട്ടെ, അയാൾ ഒരു പോലീസുകാരനായിരുന്നു. ആ ഭീകരനെ കൊന്ന ശേഷം മറ്റുള്ളവരുടെ അടുത്തേക്ക് തൻ്റെ ഗണ്ണുമായി വരും. എന്നാൽ മറ്റു ഭീകരന്മാർ ആ തടിയന് നേരെ വെടിവെക്കും. എന്നാൽ ആ തടിയൻ പോലീസുകാരൻ്റെ കണ്ണിൽ പെടുന്നത് ആ കിളി പോയ സ്കാൻ ചെയ്യുന്നവനായിരുന്നു. കണ്ടപാടെ ആ പോലീസുകാരൻ അവനെ വെടിവെച്ച് കൊല്ലും. ഉടനെ തന്നെ മറ്റു ഭീകരന്മാർ അങ്ങോട്ടേക്ക് വന്ന് ആ തടിയൻ പോലീസുകാരൻ്റെ തലയ്ക്ക് തന്നെ ഒരു വെടി കൊടുക്കും. എന്നാൽ ആ ഭീകരന്മാരുടെ കൂട്ടത്തിലുള്ള മൊട്ടത്തലയൻ ആ തടിയൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് പറയും, ആ തടിയൻ ഒരു പോലീസുകാരനാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഉടനെ തന്നെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. എന്നാൽ ആളുകളുടെ ദേഹത്ത് ഏലിയൻ വൈറസ് കയറിയിട്ടുണ്ടോ എന്ന് കണ്ടുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്ന ആ കിളി പോയവൻ അവരുടെ മുന്നിൽ കിടന്ന് മരിക്കുകയാണ്. മൊട്ടത്തലയൻ കൊള്ളക്കാരൻ അവരോട് പറയും, ഇവനില്ലാതെ നമ്മുടെ പണി നടക്കില്ലല്ലോ, അതുകൊണ്ട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് നമുക്കിവിടെ നിന്ന് പോകാമെന്ന്. കൊള്ളക്കാരുടെ ബോസായ റീത്ത മാർക്കയോട് പറയും, നമുക്കിവിടെ നിന്ന് പോകാനൊന്നും കഴിയില്ല, നമുക്ക് പരീക്ഷണം വേറെ രീതിയിൽ നടത്താമെന്ന്. എന്നാൽ മൊട്ടത്തലയന് അപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു, തങ്ങൾ പോലീസുകാരുടെ കയ്യിൽ പെടുമോ എന്ന്. എന്നാൽ മാർക്കോ എല്ലാവരെയും കൂട്ടി പരീക്ഷണത്തിനായി ആളുകളെയും കൊണ്ട് അകത്തേക്ക് പോകും. എന്നാൽ ഷോപ്പിൽ കൊള്ളക്കാർ കയറിയിട്ടുണ്ടെന്ന് ന്യൂസ് കിട്ടിയ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ണാടിയിൽ പോലീസ് ബാക്ക് എന്ന് എഴുതി വെക്കും. എന്നാൽ അതിനുശേഷം നേരത്തെ ആ കിളിപ്പോയവൻ സ്കാൻ ചെയ്തിട്ട് വൈറസ് ഇല്ല എന്ന് കണ്ടുപിടിച്ചവരെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കും. എന്നാൽ ആ വന്ന പോലീസുകാരൻ പേടിത്തൊണ്ടനായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അകത്ത് കയറാൻ അയാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കൊള്ളക്കാരിയായ റീത്ത ഇതേ സമയം അവർ കൊന്ന ഓരോരുത്തരെയും പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ ഉള്ളിലെ വൈറസിനെ നിർവീര്യമാക്കും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡെഡ് ബോഡീസ് എല്ലാം മൊട്ടത്തലയനും കൂട്ടുകാരനും കൂടി റാപ്പ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും. എന്നാൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരു ചൈനക്കാരൻ സംസാരിക്കുന്നത് കണ്ട് മൊട്ടത്തലയൻ പറയും, ഇനി നീ സംസാരിച്ചാൽ നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം തട്ടുക എന്ന്. എന്നാൽ അതിനുശേഷം വെടികൊണ്ട് മരിച്ച ആ തടിയൻ പോലീസുകാരൻ്റെ ഡെഡ് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകളുടെ അടുത്തേക്ക് കൊണ്ട് കിടത്തും. മാർക്കോയും റീത്തയും തങ്ങളുടെ കൂടെയുള്ള എല്ലാ കൊള്ളക്കാരെയും വിളിച്ചിട്ട് പറയും, നമ്മൾ എന്തായാലും ഇവിടെയുള്ള എല്ലാവരെയും ടെസ്റ്റ് നടത്തിയ ശേഷമേ ഇവിടെ നിന്ന് പോകുള്ളൂ, അതുവരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന്. എന്നാൽ ആ പോലീസുകാരൻ കൊള്ളക്കാർ പുറത്തേക്ക് വിട്ട ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഹയർ ഒഫീഷ്യലായ റോബ് അങ്ങോട്ടേക്ക് വരും. ഷോപ്പിലെ ജോലിക്കാരി മേരിയുടെ സ്റ്റെപ്പ് ഫാദർ ആയിരുന്നു റോബ്. കൊള്ളക്കാരങ്ങനെ ബന്ധുക്കളുടെ ദേഹത്ത് വൈറസ് ഉണ്ടോ എന്ന് അറിയാനായി അവരെ എല്ലാവരെയും ഒരു റൂമിലേക്ക് കൊണ്ടുവരികയാണ്. റീത്ത മാർക്കോയെ വിളിച്ചിട്ട് പറയും, നമുക്ക് എന്തായാലും ഈ മിഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ടെസ്റ്റ് നടത്തിയേ പറ്റുള്ളൂ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്നാൽ ബന്ദികൾ ഞങ്ങളെ പുറത്തു വിടുമെന്നും പറഞ്ഞ് നിലവിളിക്കുന്നത് കേട്ട ആ മൊട്ടത്തലയൻ, ഇവിടെ നിന്ന് കരഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ പൊട്ടിച്ചു കളയുമെന്നും പറഞ്ഞ് ആ മൊട്ടത്തലയൻ തോക്കുമെടുത്ത് അവരുടെ നേരേക്ക് ചെല്ലും. എന്നിട്ട് അവൻ റോക്കിയുടെ അടുത്ത് വന്ന് പറയും, ടെസ്റ്റ് പെട്ടെന്ന് നടത്തി നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ അവസാനം ജയിലിലായിരിക്കും, പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. പുറത്തുള്ള റോബ് പേടിത്തൊണ്ടൻ പോലീസുകാരനോട് പറയും, എങ്ങനെയെങ്കിലും അകത്തുള്ള ഭീകരരുമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം, അവരുടെ ആവശ്യം എന്താണെന്ന് അറിയണം, എന്നിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്ന് പറയും. ടെസ്റ്റ് നടത്തുന്നതിന് മുൻപ് ബന്ദികളുടെ എനർജി പോവാതിരിക്കാനായി ഷോപ്പിംഗ് മാളിൽ നിന്ന് കുറച്ച് പാലെടുത്ത് റീത്ത അവർക്ക് കൊടുക്കും. എന്നാൽ ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡെഡ് ബോഡീസിൻ്റെ അടുത്ത് കിടക്കുന്ന ആ പോലീസുകാരൻ്റെ ബോഡിയിൽ പെട്ടെന്ന് എന്തോ ഒരു അനക്കം വരും.
എന്നാൽ അപ്പോഴേക്കും ആ ഷോപ്പിംഗ് മാളിന് ചുറ്റും അമേരിക്കൻ പോലീസുകാർ വളഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ ആ കൊള്ളക്കാർ ഷൂട്ട് ചെയ്തെടുക്കും. നേരത്തെ കൊണ്ടുവന്ന പാല് ആ ബന്ദികൾക്ക് കുടിക്കാനായി കൊടുക്കും. എന്നാൽ അതിലൊരു സ്ത്രീ പച്ചപ്പാല് കുടിച്ച ഉടനെ ഛർദ്ദിക്കാൻ തുടങ്ങും. ഞാൻ അകത്ത് പോയി വരുമ്പോഴേക്കും എല്ലാവരും പാല് കുടിച്ചിരിക്കണമെന്ന് മൊട്ടത്തലയൻ അവരെ ഭീഷണിപ്പെടുത്തി അകത്തേക്ക് പോകും. എല്ലാവരും മരണഭയത്തിൽ പേടിച്ചിരിക്കുകയാണ്. ഡെന്നിസ് അപ്പോൾ മേരിയോട് പറയും, നീ പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. മേരി പറയും, നമ്മൾ എല്ലാവരും ധൈര്യത്തോടെ ഇരുന്നാൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ പുറത്തുള്ള റോബ് ആ പേടിത്തൊണ്ടൻ പോലീസുകാരനോട് പറയും, ഈ വണ്ടിയിലായിരിക്കും അകത്തുള്ള കൊള്ളക്കാർ വന്നിട്ടുള്ളതെന്ന്. അവർ ആ വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് കുറേ അധികം ടേപ്പാണ് കിട്ടുന്നത്. വണ്ടിയിൽ നിന്ന് കൊള്ളക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടുന്ന റോബ് പറയും, ഇത് ചിലപ്പോൾ നമുക്ക് അകത്തുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുമെന്ന്. പാലൊക്കെ കൊടുത്ത് എല്ലാവരെയും ഉഷാറാക്കി ടെസ്റ്റ് നടത്താനായി ഓരോരുത്തരെയായി അവർ വഴിവരിയായി ഇരുത്തിയിരിക്കുകയാണ്. റീത്ത ഇതേസമയം തൻ്റെ കൂടെയുള്ള എല്ലാവരോടും പറയും, നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, നമുക്ക് എന്തായാലും ടെസ്റ്റ് നടത്തിയേ പറ്റുള്ളൂ, പോലീസുകാർ പുറത്തുണ്ടെങ്കിലും. ബന്ദികളുടെ കൂട്ടത്തിലെ മൊട്ടത്തലയൻ അപ്പൂപ്പൻ പറയും, വെടികൊണ്ട് മരിച്ച ആ തടിയൻ പോലീസുകാരൻ്റെ കയ്യിലൊരു ഗണ്ണുണ്ട്, അത് കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും റോക്കി അങ്ങോട്ടേക്ക് വന്ന് ടെസ്റ്റിങ്ങിനായി ആ ഷോപ്പിൻ്റെ മുതലാളിയെ പിടിച്ചുകൊണ്ട് പോകും. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഷോപ്പ് നിൻ്റെ പേരിൽ എഴുതിത്തരാം, എന്നെ വെറുതെ വിടണമെന്നും പറഞ്ഞ് മുതലാളി കരയും. എന്നാലും റോക്കി അയാളെയും തൂക്കി ടെസ്റ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ചെറിയ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നതെന്നോർത്ത് മുതലാളി സമാധാനത്തിലിരിക്കുകയാണ്. റീത്ത അയാളുടെ അടുത്തേക്ക് വന്ന് ഒരു ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് ചോദിക്കും, ഇതിൽ റെഡ് ലൈറ്റ് കാണുന്നുണ്ടോ എന്ന്. എന്നാൽ മുതലാളി നോർമൽ ലൈറ്റ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ടെസ്റ്റിൻ്റെ അടുത്ത ഭാഗമായി അയാളുടെ കുഞ്ചു വിരൽ കട്ട് ചെയ്യാൻ പോകുകയാണ് റീത്ത. മുതലാളി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അവരെല്ലാവരും മുതലാളിയെ പിടിച്ചിരുത്തി വിരൽ കട്ട് ചെയ്യാനായി ഒരുങ്ങും. അതേസമയം ബന്ദികൾ രക്ഷപ്പെടാതിരിക്കാൻ അവരുടെ അടുത്ത് നിൽക്കുന്ന മൊട്ടത്തലയൻ അകത്തെ ശബ്ദം കേട്ട് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും മുതലാളി തൻ്റെ കുഞ്ചുവിരൽ കട്ട് ചെയ്തരുതെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കുകയാണ്. എന്നാൽ അവരെല്ലാവരും കൂടി മുതലാളിയെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തും. തക്കത്തിൽ മൊട്ടത്തലയൻ അപ്പൂപ്പൻ പറയും, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ കയ്യിലെ കെട്ടഴിക്കണമെന്ന്. എന്നാൽ ആ ചൈനീസ് തടിയൻ പറയും, എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്, ഈ കത്തി കൊണ്ട് നമുക്ക് കെട്ടഴിക്കാമെന്ന്. ആരും കാണാതെ കെട്ടഴിച്ച ശേഷം ആ തോക്കുമായി നിൽക്കുന്ന മൊട്ടത്തലയൻ അകത്തേക്ക് പോകുമ്പോൾ ഓടി നമുക്ക് ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് പോയി ആ ഗണ്ണും എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ റോബിന് അകത്തുള്ള റോക്കിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടും. റോബ് അയാളെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. എന്നാൽ റോക്കി പറയും, എനിക്ക് വേണ്ട ആളുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം, നിങ്ങൾ അവരെ പോയി പൊക്കിക്കൊണ്ട് വന്നാൽ ഇവരെയെല്ലാം വിട്ടയക്കാമെന്ന്. കണ്ണുകൊണ്ട് വൈറസിനെ കണ്ടുപിടിക്കാൻ കഴിയാവുന്ന ഒരാളെയായിരുന്നു റോക്കിക്ക് വേണ്ടത്. അയാളുടെ ഡീറ്റെയിൽസാണ് റോക്കി ആ പോലീസുകാരനോട് പറഞ്ഞു കൊടുത്തത്. എന്നാൽ അപ്പോഴേക്കും ആ തടിയൻ മുതലാളിയുടെ വിരൽ അവർ കട്ട് ചെയ്ത് നോക്കും. കട്ട് ചെയ്ത് നോക്കുമ്പോൾ വൈറസിൻ്റെ യാതൊരു ലക്ഷണവും തന്നെ കാണില്ല. അയാളുടെ നിലവിളി കേൾക്കുന്ന പുറത്തിരിക്കുന്ന ബന്ദികൾ, നിങ്ങൾ അയാളെ എന്താണ് ചെയ്തത്, കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ച് അവർ ബഹളമുണ്ടാക്കും. എന്നാൽ ആ മൊട്ടത്തലയൻ ശബ്ദമുണ്ടാക്കിയാൽ എല്ലാത്തിനെയും ഞാൻ തട്ടിക്കളയുമെന്നും പറഞ്ഞ് ഗണ്ണെടുക്കും. പിശുക്കൻ മുതലാളിയുടെ ദേഹത്ത് വൈറസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം കട്ട് ചെയ്ത അയാളുടെ കുഞ്ചു വിരൽ ഐസ് ബോക്സിലാക്കി അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് നീ പുറത്ത് പോയി പറയരുതെന്നും പറഞ്ഞ് മരുന്ന് വെച്ച് കൊടുക്കും. എന്നാൽ ഇതേ സമയം ആ വണ്ടിയിലുള്ള ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്ന പുറത്തുള്ള റോബിനും പോലീസുകാർക്കും അകത്തുള്ളത് കൊള്ളക്കാരല്ല സയൻറ്റിസ്റ്റാണ് എന്ന് മനസ്സിലാക്കും. ആളുകളുടെ ദേഹത്ത് ഏലിയൻ വൈറസ് പിടിച്ചു, അതിനെ തടയാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റാണ് അവർ അകത്ത് നടത്തുന്നത്. ഇത് അവരുടെ മണ്ടത്തരമാണ്, സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല, ഈ സയൻറ്റിസ്റ്റുകൾ വെറും മണ്ടന്മാരാണെന്ന് റോബ് തൻ്റെ കൂടെയുള്ള പോലീസുകാരോട് പറയും. എന്നാൽ അപ്പോഴേക്കും ബന്ധുക്കളുടെ കൂട്ടത്തിലുള്ള മൊട്ടത്തലയൻ അപ്പൂപ്പൻ ആ ചൈനക്കാരൻ കൊടുത്ത കത്തി കൊണ്ട് ആരും കാണാതെ തൻ്റെ കയ്യിലെ കെട്ടറുക്കും. എന്നാൽ അപ്പോഴേക്കും കെട്ട് കഴിഞ്ഞു വന്ന മുതലാളി പറയും, ആ നാറികൾ എൻ്റെ വിരൽ അറുത്തു, അടുത്ത നിൻ്റെയൊക്കെ വിരലായിരിക്കും അറുക്കാൻ പോകുന്നതെന്ന്. ഉടനെ തന്നെ മൊട്ടത്തലയൻ മേരിയുടെ അടുത്ത് വന്ന് അടുത്ത് നിൻ്റെ ഊഴമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകാനായി ഒരുങ്ങും. എന്നാൽ കരഞ്ഞുകൊണ്ട് അവൾ പറയും, എൻ്റെ സ്റ്റെപ്പ് ഫാദർ പോലീസുകാരനാണ്, എന്നെ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹം നിങ്ങളെ ആരെയും വെറുതെ വിടില്ല എന്ന്. എന്നാൽ മേരിയെ അവളറിയാതെ സ്നേഹിക്കുകയായിരുന്ന ഡെന്നിസ് പറയും, അവൾക്ക് പകരമായി ഇത്തവണ എന്നെ കൊണ്ടുപോയിക്കോളാൻ. അപ്പോഴാണ് അവൾ റിയലൈസ് ചെയ്യുന്നത് ഡെന്നിസിന് തന്നോട് ഇത്രയധികം സ്നേഹമുണ്ട് എന്ന്. എന്നാൽ ഇതേ സമയം റോക്കി പറഞ്ഞ ഏലിയൻ ട്രേസറിനെയും കൊണ്ട് പോലീസുകാർ ആ ഷോപ്പിംഗ് മാളിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ടെസ്റ്റിങ്ങിനായി കൊണ്ടുവന്ന ഡെന്നിസിൻ്റെ കണ്ണിലേക്കും നേരത്തെ ഓണറിൻ്റെ കണ്ണിൽ അടിച്ചതുപോലെ ലൈറ്റ് അടിച്ചു നോക്കും. എന്നാൽ അവനും റെഡ് ലൈറ്റ് ഒന്നും പ്രത്യേകിച്ച് കാണില്ല. അവൻ്റെയും കുഞ്ചുവിരൽ കട്ട് ചെയ്യുമെങ്കിലും അവൻ്റെയും ദേഹത്തും ഏലിയൻ വൈറസ് പടർന്നിരുന്നില്ല. എന്നാൽ ഇത് കാണുമ്പോൾ മേരിക്ക് വലിയ വിഷമമാകും. തനിക്ക് വേണ്ടിയാണല്ലോ അവൻ അവൻ്റെ കുഞ്ചുവിരൽ കളഞ്ഞതെന്ന് ഓർക്കുമ്പോൾ. എന്നാൽ അടുത്തതായി അവർ കൊണ്ടുപോകുന്നത് ആ വയസ്സായ ലേഡിയെയാണ്. അവരുടെയും വിരൽ അവർ കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ആ വിരൽ വളർന്നു വരുന്നതായി കാണും. അവരുടെ ദേഹത്ത് ഏലിയൻ വൈറസ് ബാധിച്ചിരുന്നു. പെട്ടെന്ന് അവരുടെ മട്ടും ഭാവവും മാറി അവരവിടെ ഉണ്ടായിരുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങും. എന്നാൽ പുറത്തു നിന്ന മൊട്ടത്തലയൻ അങ്ങോട്ടേക്ക് വന്ന് അവരുടെ തലയിലേക്ക് ഒരു കത്തി കുത്തിക്കയറ്റി അവരെ കൊല്ലും. മൊട്ടത്തലയൻ അകത്തേക്ക് പോയ ഉടനെ തന്നെ ആ കിളവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തൻ്റെ കെട്ടഴിക്കും. അയാൾ ആ പോലീസുകാരൻ്റെ ബോഡി അന്വേഷിച്ച് ആളുകളെ കൊന്നിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന ശേഷം അയാളുടെ ശരീരത്തിൽ നിന്നും തോക്കെടുത്ത് തിരികെ പോകാൻ നേരം പെട്ടെന്ന് ആ പോലീസുകാരൻ കണ്ണു തുറക്കും. എന്നിട്ട് അയാളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കൊല്ലും. എന്നാൽ ആ പോലീസുകാരൻ്റെ നിലവിളി അകത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കും. എന്നാൽ
കൊല്ലപ്പെട്ട ലേഡിയുടെ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മൊട്ട അവരോട് പറയും, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ എന്താണെന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് മൊട്ട പോവും. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ റോക്കിയെ വിളിച്ചിട്ട് പറയും, നീ ആവശ്യപ്പെട്ട ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. എന്നാൽ റോക്കി പറയും, നിന്റെ മകളും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ നീ പേടിക്കണ്ട, ഞങ്ങളുടെ ലക്ഷ്യം ആരെയും കൊല്ലാനല്ല, ഞാൻ പറയുമ്പോൾ നീ അയാളെയും കൊണ്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വന്നാൽ മതിയെന്ന് റോക്കി പോലീസുകാരനോട് പറയും. റോക്കി റീത്തയോട് പറയും, ഇനി ആരുടെയും വിരൽ കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ട, ആ പോലീസുകാരൻ ആളെയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഇതേസമയം പുറത്തേക്ക് വരുന്ന മൊട്ടയും അവൻ്റെ കൂട്ടുകാരനും കൂട്ടത്തിലെ ആ കിളവനെ കാണാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അയാൾ എവിടെ പോയെന്ന് ചോദിക്കും. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, അയാൾ ആ പോലീസുകാരന് ഗണ്ണെടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയും. ഇതേ സമയം ഏലിയനെ സെൻസ് ചെയ്യാൻ കഴിവുള്ള ലേഡിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നാൽ ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ അവർ പറയും, ഇവിടെ ആർക്കോ ഒരാൾക്ക് ഏലിയൻ കിങ്ങിൻ്റെ വൈറസ് ഉണ്ട് എന്ന്. മൊട്ടയും കൂട്ടുകാരനും അവിടെ നിന്ന് രക്ഷപ്പെട്ട കിളവനെ അന്വേഷിച്ച് ആ ഡെഡ് ബോഡീസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമെങ്കിലും ആരെയും കാണാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്ന് ആ മരിച്ചുപോയ പോലീസുകാരൻ എണീച്ച് വന്ന് മൊട്ടയെയും മൊട്ടയുടെ കൂട്ടുകാരനെയും അറ്റാക്ക് ചെയ്യും. ഇതാണ് തങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ബന്ദികൾ ആ നൈഫ് കൊണ്ട് തങ്ങളുടെ കെട്ടെല്ലാം അഴിക്കും. റോക്കി അപ്പോഴേക്കും പുറത്തുള്ള റോബിനെ വിളിച്ച് പറയും, നീ കൊണ്ടുവന്ന ആളെയും കൊണ്ട് മാളിൻ്റെ അകത്ത് വാ, മാളിൻ്റെ അകത്ത് വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയും. റോക്കി അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് തൻ്റെ കൂട്ടുകാരനായ മൊട്ട മരിക്കാറായി അവിടെ കിടക്കുന്നത് കാണുന്നത്. മൊട്ട റോക്കിയോട് പറയും, നമ്മൾ ആദ്യം വെടിവെച്ച ആ പോലീസുകാരൻ്റെ ദേഹത്താണ് ഏലിയൻ വൈറസ് ഉള്ളത്, അത് സാധാരണ വൈറസ് അല്ല, ഏലിയൻ കിങ്ങിൻ്റെ വൈറസ് ആണെന്ന് പറയും. നീ എന്നെയും കൊന്നേക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാനും ഏലിയനായി മാറുമെന്ന് പറയും. അങ്ങനെ റോക്കി വിഷമത്തോടു കൂടി തൻ്റെ കൂട്ടുകാരനെ വെടിവെച്ച് കൊല്ലും. എന്നാൽ ബന്ദികളാരും രക്ഷപ്പെടാതിരിക്കാനായി റീത്ത പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് ബന്ദികളുടെ അടുത്തേക്ക് വരും. എന്നാൽ അപ്പോഴേക്ക് റോക്കി അങ്ങോട്ടേക്ക് വന്ന് പറയും, ഏലിയൻ കിങ് അഫക്റ്റഡ് ആയിരിക്കുന്നത് ആ പോലീസുകാരൻ്റെ ദേഹത്താണ്, അവൻ നമ്മുടെ മൊട്ടയെയും കൊന്നുകളഞ്ഞുവെന്ന്. റോക്കി അങ്ങനെ തൻ്റെ ഗണ്ണും എടുത്ത് ആ ഏലിയൻ കിങ്ങിൻ്റെ കണ്ണിൽ പെടാതെ റോബ് കൊണ്ടുവരുന്ന ആളെ അകത്തേക്ക് കൊണ്ടുവരാനായി പോകുകയാണ്. അപ്പോഴാണ് ആ വൈറസ് കയറിയ പോലീസുകാരൻ തൻ്റെ മറ്റൊരു കൂട്ടുകാരനെയും കൊന്നിട്ടിരിക്കുന്നത് റോക്കി കാണുന്നത്. എന്നാൽ കയ്യിലെ കെട്ടഴിച്ച ഡെന്നിസും കൂട്ടുകാരും റീത്തയുടെ കയ്യിൽ നിന്നും അവരുടെ ഗണ്ണ് തട്ടിപ്പറിക്കും. ഇന്ത്യയൊക്കെ കളി കഴിഞ്ഞുവെന്നും പറഞ്ഞ് ആ ചൈനക്കാരൻ ഗണ്ണെടുത്ത് റീത്തയുടെ നേരെ ചൂണ്ടുമ്പോഴേക്കും ആ ഏലിയൻ അഫക്റ്റഡായ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോകും. തക്ക സമയത്തിന് റോക്കി വെടിവെച്ചത് കൊണ്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെടും. എന്നാൽ തറയിൽ കിടന്ന ഗണ്ണ് കിട്ടിയ ഡെന്നിസ് അവരോട് ചോദിക്കും, നിങ്ങളൊക്കെ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്യുന്നതെന്ന്. എന്നാൽ റോക്കിയും റീത്തയും പറയും, ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതല്ല, ഭൂമിയിൽ പുതുതായി ഒരു ഏലിയൻ വൈറസ് വന്നിട്ടുണ്ട്, ആ വൈറസ് കയറുന്നവരെല്ലാം ഏലിയനായി മാറും, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മാളിലേക്ക് വന്നത്, അല്ലാതെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതല്ല. ആ നേരത്തെ ആ ചൈനക്കാരനെ പിടിച്ചുകൊണ്ട് പോയവൻ്റെ ശരീരത്താണ് ഏലിയൻ കിങ് ഉള്ളത്, നമ്മൾ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് റീത്തയും റോക്കിയും അവരോട് പറയും. റീത്തയും റോക്കിയും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവർ തങ്ങളെ എങ്ങനെയെങ്കിലും ഈ നശിച്ച മാളിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറയും. അങ്ങനെ അവർ എല്ലാവരും കൂടി ഏലിയൻ കിങ്ങിൻ്റെ കയ്യിൽ പെടാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പോലീസുകാരൻ്റെ ദേഹത്താണ് ഏലിയൻ കിങ്ങിൻ്റെ വൈറസ് ഉള്ളത്. അയാളുടെ കണ്ണിൽപ്പെടാതെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ആ പിശുക്കൻ മാളിൻ്റെ ഓണറുടെ ചെറുവിരൽ തറയിൽ വീഴും. അയാൾ ആ ബോക്സ് എടുക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഏലിയൻ കിങ് അങ്ങോട്ടേക്ക് വന്ന് അയാളെ കടിച്ചു കൊല്ലും. അതേസമയം റോബ് ആ ഏലിയൻ സ്കാൻ ചെയ്യുന്ന ആളെയും കൊണ്ട് അകത്തേക്ക് വരും. എന്നാൽ റോബിനോട് റോക്കി പറയും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഏലിയൻ വൈറസ് സ്പ്രെഡായി, അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് പറയും. എന്നാൽ റോക്കി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് റോബിന് മനസ്സിലാകും. റോബും അങ്ങനെ ഏലിയൻ കിങ്ങിനെ കൊല്ലാനായി അവർക്ക് ഹെൽപ്പായി ബിൽഡിങ്ങിനുള്ളിലേക്ക് വരും. റോബ് അങ്ങനെ ഡെന്നിസിനെയും തൻ്റെ മകളെയും കണ്ടെത്തുകയാണ്. തൻ്റെ സ്റ്റെപ്പ് ഫാദറെ കണ്ട ഉടനെ തന്നെ മേരി അയാളെ കെട്ടിപ്പിടിച്ച് കരയും. എന്നാൽ ആ മാളിൻ്റെ അകത്തുള്ള ലേഡി പറയും, ഏലിയൻ ഈ സൈഡിലാണുള്ളത്, എനിക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന്. അപ്പോഴേക്കും റോബ് തൻ്റെ മകളെയും ഡെന്നിസിനെയും കൊണ്ട് സേഫായി പുറത്തേക്ക് വന്ന് കാറിൽ കൊണ്ടിരുത്തും. റോബ് വീണ്ടും മാളിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ആ ഏലിയൻ അഫക്റ്റഡായ പോലീസുകാരൻ റോക്കിയെ അറ്റാക്ക് ചെയ്യുന്നതാണ്. റോക്കി അയാളെടുത്ത് എറിയുകയാണ്. എന്നാൽ ഒടുവിൽ റോക്കി തൻ്റെ കൈകൊണ്ട് തന്നെ അയാളുടെ ഹാർട്ട് വലിച്ച് ആ ഏലിയൻ അഫക്റ്റഡ് കിങ്ങിനെ കൊല്ലും. എന്നിട്ട് റോക്കി പോലീസുകാരോട് പറയും, ഞാനും അഫക്റ്റഡായി, നിങ്ങൾ എന്നെയും കൊന്നോളൂ, അല്ലെങ്കിൽ ഇത് ലോകത്തെ നശിപ്പിക്കുമെന്ന്. അങ്ങനെ അവർ റോക്കിയെയും വെടിവെച്ച് കൊല്ലുകയാണ്. റോക്കിയെ മരിക്കാൻ നേരം റീത്തയോട് പറയും, ഇനി ഈ ഭൂമിയിൽ ഏലിയൻ ഉണ്ടാകില്ല എന്ന്. അകത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ട് ഡെന്നിസിയും മേരിയും പേടിച്ച് കാറിനുള്ളിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ ഏലിയനെ സ്കാൻ ചെയ്യുന്ന ലേഡി ആ മരിച്ചു കിടക്കുന്ന പോലീസുകാരനെ സ്കാൻ ചെയ്തിട്ട് പറയും, ഇയാളുടെ ദേഹത്തുള്ളത് സാധാരണ ഏലിയൻ വൈറസാണ്, ഏലിയൻ കിങ് ഇപ്പോഴും പുറത്താണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഏലിയൻ കിങ്ങിൻ്റെ വൈറസ് അഫക്റ്റ് ചെയ്തിരുന്നത് മേരിയുടെ ബോഡിയിലാണ്. മേരി ഡെന്നിസിനെ രൂക്ഷമായി നോക്കിയിട്ട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഡെന്നിസ് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും വേണം.